എന്താ പേര്? എടോ, അവളൊരു പാവം പെണ്ണ. തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ, താൻ ജീവനും കൊണ്ട് പോവില്ല. ഓർത്തോ? നിന്നെ ഞാനിന്ന് കൈയും കാനും കെട്ടി വെള്ളത്തിൽ താത്തും. സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാൻ ഇന്ന്. നിന്നെ കിട്ടും കിട്ടും കിട്ടും. ഇത്തിരി പുളിക്കും. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ചുട്ടു തിന്നോ? എന്റെ ഇഷ്ടം പോലെ. ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ചു തരാം. എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരിയുടെ ചോറും തരാം. വേണ്ട, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല. കൂട്ടാൻ വെച്ച് ഞാൻ കൊണ്ടുവരട്ടെ? വേണ്ട, എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വന്നെന്ന് ചെനുങ്ങണ്ട, അത് കുഴപ്പാ. ഇതത്ര നല്ലതിനല്ല. ഏത്? ഈ ചിരിയും കുഴയിലൊക്കെ ഞാൻ എല്ലാം കണ്ടു. തോമസ് കുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അയാൾ ചീത്തയ ഭാഗ്യം. വേറെ വല്ലതും പറയാനുണ്ടോ? നിനക്ക് തന്നെ പറ്റി? ഒന്നുമില്ല. അതല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ദേ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചാടണ്ട കേട്ടോ. കളിയും തമാശയൊക്കെ കൊള്ളാം. കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാ. ജാതിയും മതവും മറന്നുള്ള കളിയൊന്നും വേണ്ട. മറ്റെന്തും മറക്കല്ലേ? ആ വെള്ളപ്പൂവൻ എവിടെ പോയി? എന്ത് വേണം? ഇതൊന്ന് ശരിയാക്കി തരുമോ? ആരാ അത്? എന്താ? ഇതൊന്ന് വെച്ച് കിട്ടിയ കോഴിയിറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി. നല്ല കോഴിയാ. നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് വയ്ക്കണം. അന്യനാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ, പാവം. മോളാണല്ലേ? അല്ല, എന്റെ സെക്കൻഡ് വൈഫാ. ഭാര്യ മരിച്ചാ കൂടെ ചാവാൻ പറ്റുമോ? വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ? കണ്ടാ തന്റെ ഇടിയാണെന്ന് തോന്നും, പക്ഷേ ശുദ്ധ പാവം.
കൈസറേ പോട്ടെ. നീ എന്നെ ചതിച്ചു. അല്ലേടി? കൊല്ലും ഞാൻ നിന്നെ. കൊല്ലും. കൊല്ലും ഞാൻ നിന്നെ. രണ്ട് കെട്ടവളെ. ഒരു ഉരുപ്പിട്ടവളെ. എന്ത് പ്രാന്താണ് പൂരച്ചായി കാണിക്കുന്നത്? എന്ത് തെറ്റാണ് ഇവൾ പിഴയാടും. ആ വാറുണ്ട് ഇന്നലെ എവിടെയാ കിടന്നത്? ചോദിച്ചപ്പോ പറയാ കെട്ടിയവന്മാർക്ക് ചുണയില്ലെങ്കിൽ ആണുങ്ങൾ കുടുംബത്തിൽ കയറുന്നു. ഇടി മൂത്തേവി ഉരുപ്പിട്ടവളെ. എന്നെ കൊല്ലുന്ന എന്തിനാ? അയാളുടെ ചാരവും കോഴിയും തിന്ന് ബോധം കെട്ട് കിടന്നപ്പോ ഓർക്കണം. അല്ല, ഇത് നാട്ടുകാര് മുയിമ അറിയിക്കാണല്ലോ. ഉളുപ്പും മാനില്ലാത്ത ജാതിക്കള്. എടോ നടന്നതോ നടന്ന് ബാക്കിയുള്ള നാട്ടുകാരെ ഇറക്കി ചെണ്ട കൊട്ടിയാണ്. അങ്ങോട്ട് കയറി പോടത്തേക്ക് മോളെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകുന്നു. എന്താണ് നിങ്ങളൊക്കെ ഇവിടെ നോക്കിയിരിക്കണേ? ഇവിടെ വയലിൽ പറിച്ചിട്ടുണ്ടോ? പോയില്ല അവിടുന്ന്. നിന്റെ പൊന്നും വക്കീലേ, ആ ചേച്ചാനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയ സ്ഥിതിയായല്ലോ. പിള്ളാച്ചനോ? അല്ലാന്ന് ഹിമാർ വാറുണ്ണി ഓനെ കൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞു വിടാൻ പറ്റാണ്ട് അയക്കുന്നു. ആ നായാട്ടുകാരൻ ആള് കൊള്ളാം. അവനിവിടെ പല കുടുംബങ്ങളിലും കയറി നായാടുന്നുണ്ടെന്നാണ് കേൾവി. ഏതായാലും എനിക്ക് പെമ്മക്കളില്ലാത്തത് എന്റെ ഭാഗ്യം. ബാപ്പാ ചേച്ചി അകത്ത് പോ. എന്നാ അകത്ത് പോവാൻ പറഞ്ഞ വേണ്ടടാ. മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല. മനസ്സിലായോ? ഇന്ദിരങ്കെട്ടതും പൊണ്ണാലേ ചന്ദിരങ്കെട്ടതും പൊണ്ണാലേ. ഇന്ദിരങ്കെട്ടതും പൊണ്ണാലേ ചന്ദിരങ്കെട്ടതും പൊണ്ണാലേ വാറുണ്ണി കെട്ടതും പൊണ്ണാലേ നാട്ടുകാര് കെട്ടതും പൊണ്ണാലേ. നിന്നെ പാമ്പ് വലിക്കൂടാ. കാലപാമ്പ് കുത്തി വലിക്കും. കെടുകതും പൊണ്ണാലേ കെടുവതും കണ്ണാലേ. നിന്നോട് ആരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നുണയൊന്നുമല്ല. പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ? അതുപോലെ പല വീട്ടിലും കുഴപ്പാണ്. മാനക്കേടുകൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ. കഷ്ടം. ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കണു. നല്ല തമാശക്കാരനാ. പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ? പൊട്ടനെ പോലെ കിടന്ന് ചിരിക്കും. ചിലപ്പോ ചെവിമ പിടിച്ച് തിരുമു. ദേ സൂക്ഷിക്കണം കേട്ടോ. എനിക്കിഷ്ടം അയാളെ. ആ മീശയും ചോര കണ്ണും. റബ്ബേ, എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ. എന്റെ തലയ്ക്ക് പ്രാന്ത് തന്നെയാ. സീനു, ഞാൻ പോവാ. ഭാഗ്യം, ഞാൻ വന്നോണ്ടാണോ പോണത്? അല്ല, വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. എന്നെ ഒഴിവാക്കണല്ലേ? തോന്നുന്നു. ഞാനെന്തിനാ ഒഴിവാക്കണം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോടെന്താ പിണക്കം? എനിക്ക് പിണക്കൊന്നുമില്ല. ഞാൻ പോട്ടെ. ഭാഗ്യം, കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഈശ്വര, ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? 7 പകലും 7 രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ? അത് പുലിയെ കൊല്ലാൻ പറ്റിയല്ലേ? അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? പറയേ. എന്ത് കഷ്ടാന്റെ ഈശ്വര. ഭാഗ്യക്കുറി ദേ ആ. പെണ്ണിന് പ്രാന്താ. അയാൾ നിർത്ത്.
എന്റെ അമ്മോ, ഇതൊക്കെ എവിടെ നിന്ന് കട്ടണ്ട് തന്നെ? കട്ടതല്ല, പിന്നെ സമ്മാനമായിട്ട് വന്ന് ഞാനെടുത്താണ്. അത് ശരി, അതിന്റെ പേരാണ് കളവ്. ഇതൊക്കെ എടുത്തോണ്ട് പോരണത് ആരെങ്കിലും കണ്ടു കാണും. ഓ, താൻ എന്നെ നാട്ടുകാരുടെ തല്ല് കൊള്ളിക്കും. ഞാനെടുത്തിന് താനെന്തിനാണ് തല്ലുള്ളത്? അത് ശരി, നീ എന്ന് പോക്കരത്തരം ചെയ്താലും ഒരാളും ചോദിക്കില്ല. കൈ തോക്കല്ലേ ഇരിക്കണത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? കൂട്ടാൻ വെച്ച് തിന്നോ. ഇനി മേലേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. വല്ല സ്വർണത്തിന്റെ മാലേ, വാച്ച, അങ്ങനെ കയ്യിൽ ഒതുങ്ങണ എന്തെങ്കിലും നോക്കട്ടെ. ആ, ഇതിനെ എല്ലാത്തിനും കൂടി ഞാനും തന്നെ. 100 രൂപക്ക് ചാരായം തന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും വാഴക്കുലയൊക്കെ കൊണ്ടുവന്ന വകയിൽ ഒരു 10 രൂപ ബാക്കിയുണ്ടേ. അതിനുള്ള ചാരായ ഇപ്പത്താ കുടിക്കേ. ഇതിപ്പോ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ. എന്തേ? ആറ്റുനോട്ട് ഒരു പൂവൻ കോഴിയെ വളർത്തുന്നതിനെ കാണാനില്ല. ഇന്നലെ രാത്രിയെ നായിന്റെ മോമ്മ അതിനെ പിടിച്ചോണ്ട് പോയില്ലേ? ആര്? ആ വാറുണ്ണി അല്ലാണ്ട് ആരാ? അന്ന് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അവന്റെ ശവം സമയം വന്നപ്പോ എല്ലാവരും കാലുമറി കളഞ്ഞു. ഇപ്പൊ അനുഭവിച്ചോ? പള്ളിക്കാര് നാട്ടുകാർക്ക് ചെയ്തൊരു ഉപകാരമല്ലേ? അച്ഛനും ഫിലിപ്പോസ് മുതലാളി ഇതൊന്നും അറിയുന്നില്ലേ? അറിയാഞ്ഞിട്ടല്ല, പള്ളിയിൽ കംപ്ലൈൻസിന്റെ ബഹള. അച്ഛൻ അയ്യടാന്നായിരിക്ക. പുറത്തു പറയാൻ നാണക്കേട്. സെമിത്തേരി പറമ്പിലെ തെങ്ങിലൊരു ഒറ്റ തേങ്ങയില്ല. നന്നായി, ഇനി പൊൻകുരിശ് കാണാണ്ടാവും. നോക്കിക്കോ. വക്കീലേ, ബാക്കിലേ, ഒരു പെറ്റീഷൻ എഴുതി. എന്താ കളവാണോ? കളവ് മാത്രമല്ല, ആ. നിന്റെ മോളെ പേടിപ്പിച്ചാ ചെയ്യിച്ചേ ഒരു ആട്ടുകുട്ടിനെ എടുത്തുണ്ടേ. അതിന്റെ പുണ്ണാക്കേൾക്ക് ചെമ്പലുണ്ട്, അതും എടുത്തുണ്ടേ. വാറണ് തന്നെ ബാറുണ്ണി, ഓന്റെ ബാപ്പന്റെ ഉണ്ണി അപ്പഴിച്ചായി എന്നെ. ഇപ്പൊ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ മനസ്സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂല. കണ്ണ് വെച്ചാ കണ്ണും കൊണ്ട് പോയിച്ചാല് ആ എഴുതി. കുഞ്ഞബ്ദുള്ളേ, ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാൻ ഒരു കുന്തുല്യ വക്കീലെ. പോലീസിന് 10 100 കൊടുക്കേണ്ടി വന്നാലും സാരില്ല. താനിങ്ങോട്ട് വന്നേ. എന്താ നീ വന്നേ. എന്താ ഇത്? തനിക്ക് പ്രായപൂർത്തിയായ ഒരു മോളുള്ളതാ. അതിനെ കെട്ടിച്ചയക്കണ്ടേ? ആണോ? ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്റെ റബ്ബേ. പോയത് പോയി, ബോധമില്ലാത്തവനവൻ. ചിലപ്പോ അവന്റെ കൈ കൊള്ളേണ്ടിയും വരും. അതുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണോ? വേണ്ട വക്കീലെ, വേണ്ട വേണ്ട വേണ്ട. അതാണ് വേണ്ട. ഇങ്ങോട്ട് വന്നേ. അച്ഛനെന്താ കിടക്കുന്നേ? ഓടിയോ? ഓടാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് വള്ളി ഇരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? തന്റെ സ്നേഹിതന്റെ മോന്റെ സ്വഭാവം കൊണ്ട്. സ്നേഹിതന്റെ മോനോ? കുന്നംകുളം ചേറു തന്റെ സ്നേഹിതനല്ലേ? അന്നേ അന്ന് ആ പിശാചിന്റെ സന്തതി ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു വിട്, ഇത് വലിയ കോടാലിയാകുമെന്ന്. താൻ കേട്ടോ? അത് ശരി. ഇപ്പൊ ഞാൻ മാത്രമായ കുറ്റക്കാരൻ? അച്ഛനും കൂടി സമ്മതിച്ചിട്ടില്ലേ? അച്ഛന്റെ താല്പര്യപ്രകാരമല്ലേ ഞാൻ കത്തെഴുതിയത്? അതുകൊണ്ട് തനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവൻ എനിക്കാ. എന്തെല്ലാം കംപ്ലൈന്റുകളാ കേൾക്കുന്നത്. നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അച്ഛൻ എന്തെങ്കിലും സമാധാനം പറഞ്ഞു നിൽക്കാം. കാശ് പോണം എന്റെയാ. അച്ഛനത് കണ്ടോ? അത്യാവശ്യമുള്ള പറ്റിക്കുളം ഞാനൊന്ന് പറഞ്ഞുപോയി. 1 മാസത്തെ പറ്റ് കണക്ക് ഞാൻ വായിക്കാൻ കേട്ടോ. കള്ള് ഷാപ്പിൽ 924 രൂപ 70 പൈസ. ഗോവിന്ദന്റെ ഹോട്ടലിൽ 812 രൂപ. മുറുക്കാൻ ബീഡി സിഗരറ്റ് 230 രൂപ. പലചരക്ക് കട 450 രൂപ. ആകെ 2446 രൂപ 70 പൈസ. ഇത് കൂടാതെ എന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി റൊക്കം പറ്റ് രൂപ 600. ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ഒരു ഗസറ്റഡ് ഓഫീസർ കിട്ടുന്നില്ല ഇത്രയും കാശ്. അവസാനം വാശി നിങ്ങൾ തമ്മിലായി. അന്നേ ഞാൻ പറഞ്ഞതാ, അപ്പനെ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അപ്പ പറഞ്ഞു എനിക്ക് അസൂയാണ്. റൈഫിൾ ഷൂട്ടിങ്ങിൽ വാറുണ്ണി ആന്റിയുടെ മുന്നിൽ ഒന്നുമല്ല. ഇനി അവസാനം അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും. അതിനു മുമ്പ് എന്ത് ചെയ്താലും വേണ്ടില്ല, ആ പട്ടിയുടെ പണി നാട് നിർത്തണം. സമ്മതിച്ചോ? ഞാൻ ഇടപെട്ടോട്ടെ? ആരിടപെട്ടാലും വേണ്ടില്ല, ഈ നാട് രക്ഷപ്പെടണം. മുതലാളി, എന്താ? ഒരു 200 രൂപ വേണം. ഇവിടെ വന്ന് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. ആര്? വാറുണ്ണിയേട്ടൻ. ഈ മാസത്തിൽ 10 തവണ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പട്ടിയുടെ മോൻ. എവിടെയൊക്കെ അവന് പറ്റ്? മാറി കടന്നു പോടി എന്നെ മുമ്പിൽ നിന്ന്. അപ്പൊ കാശ് അവന്റെ അപ്പം തരും. ചേറും. എന്താ? ഇവളുടെ അടുത്ത് അവന് പറ്റുപിടിയാ. കണക്കേർക്കാൻ വന്നേക്ക. സാറേ, എന്താ അറിയാ ആന്റണിയെ? എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. സൂക്ഷിച്ചോണേ. നിന്റെ സഞ്ചി സാധനങ്ങളൊക്കെ എടുക്ക്. എന്താ കാര്യം? എടുക്കാൻ പറഞ്ഞ എടുക്കടാ. കാര്യം എന്താന്ന് പറയാതെ എടുക്കില്ല അല്ലേ?
കേറിയവനെ